ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 2019 WHO ചീഫ് സയൻറ്റിസ്റ്റ് ആയി നിയമിതയായ ഇന്ത്യൻ വനിത ആരാണ്? ഓപ്ഷൻ സി ആണ് സൗമ്യ സ്വാമിനാഥൻ. ഡോക്ടർ കസ്തൂരിരംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഘടന എപ്രകാരമാണ്? ഓപ്ഷൻ എ 5+3+3+4. റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം? ഓപ്ഷൻ ഡി ചെങ്കോട്ട. 2024 ഒളിമ്പിക്സ് വേദി? ഓപ്ഷൻ ബി പാരീസ്. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവം ദാനം ചെയ്യുന്നതിനുള്ള പദ്ധതിയാണ്? ഓപ്ഷൻ എ മൃതസഞ്ജീവനി. യുനെസ്കോയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ ബി ഫെബ്രുവരി 21. ഭരണതലത്തിലും ഉദ്യോഗതലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിനായി സംസ്ഥാന തലത്തിൽ രൂപം നൽകിയിട്ടുള്ളതാണ് ലോകായുക്ത. നിലവിൽ സംസ്ഥാനത്തെ ക്വസ്റ്റ്യൻ 9, ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 മൂന്നും ശരിയാണ്. ഉത്തര അറ്റ്ലാന്റിക് സഖ്യ സംഘടന നാറ്റോ രൂപം കൊണ്ടത് 1949 ഏപ്രിൽ 4-നാണ്. ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം. അംഗരാജ്യങ്ങൾക്ക് നേരെയുള്ള സൈനിക നീക്കങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുക എന്നതാണ് ലക്ഷ്യം. മൂന്നും ശരിയാണ്. 2022 രാജ്യത്ത് എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യം നേടുന്നതിനായി 2015 ജൂൺ 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതിയാണ്? ഓപ്ഷൻ ഡി പ്രധാനമന്ത്രി ആവാസ് യോജന. 11 ഹിമാലയ പർവ്വതത്തിൻ്റെ ഏറ്റവും തെക്ക് ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ സി സിബാലിക്. ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്നും ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് എവിടെ? ഓപ്ഷൻ ഡി വിഴിഞ്ഞം. ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം? ഓപ്ഷൻ സി പശ്ചിമ ബംഗാൾ. ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരം ഏത്? ഓപ്ഷൻ ബി നാഗ്പൂർ. ഓറഞ്ച് സിറ്റി എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത്? ഓപ്ഷൻ സി കാവേരി. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ എ ആണ് 1ഉം 2ഉം. പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്നറിയപ്പെടുന്നു. കറുത്ത മണ്ണിനെ റിഗർ എന്ന് വിളിക്കുന്നു. 3ഉം 4ഉം തെറ്റാണ്. കറുത്ത മണ്ണിന് ഈർപ്പം വഹിക്കുന്നതിനുള്ള കഴിവ് കുറവാണ്. എക്കൽ മണ്ണിന് ഫലപുഷ്ടി കുറവാണ്. അത് രണ്ടും തെറ്റാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെ? ഓപ്ഷൻ എ മുംബൈ. 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത്? ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ? ഓപ്ഷൻ ബി ഇന്ദിരാഗാന്ധി കനാൽ. പരുത്തിത്തുണി വ്യവസായത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി ഗുജറാത്ത്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏത്? ഓപ്ഷൻ ബി ആന. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ എ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ ഡി 42. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര്? ഓപ്ഷൻ ബി ബങ്കിം ചന്ദ്ര ചാറ്റർജി. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം? ഓപ്ഷൻ എ 2005. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 26D ആണ്. ഓപ്ഷൻ ഡി 3. ഇന്ത്യയുടെ ദേശീയ പതാകയിൽ കാണപ്പെടുന്ന അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകളുണ്ട്? ഓപ്ഷൻ സി 24. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ ഡി ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ്? ഓപ്ഷൻ എ പിംഗലി വെങ്കയ്യ. ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ ബി ആണ് സ്വത്തവകാശം. സ്വത്തവകാശം ഇപ്പം നിയമാവകാശമാണ്. ബാക്കിയുള്ളതൊക്കെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, സമത്വ അവകാശം, ഇതൊക്കെ മൗലിക അവകാശമാണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ഏത് ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ്? ഓപ്ഷൻ എ ക്വിറ്റ് ഇന്ത്യ സമരം. നിങ്ങൾ എനിക്ക് രക്തം തരും, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം, ഇത് ആരുടെ പ്രഖ്യാപനമാണ്? ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജി ദണ്ഡിക്കടപ്പുറത്ത് വെച്ച് ഉപ്പുകുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചത് എന്നാണ്? ഓപ്ഷൻ ഡി 1930 ഏപ്രിൽ 6. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഓപ്ഷൻ സി. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആര്? ഓപ്ഷൻ ഡി അരുണ ആസിഫ് അലി. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്?
ഓപ്ഷൻ എ റാണി ഗൗഡിലിയു. താഴെ കൊടുത്ത വ്യക്തികളിൽ 3 വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്തത് ആര്? ഓപ്ഷൻ ഡി BR അംബേദ്കർ. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഏത് നിയമത്തിനെതിരായിരുന്നു ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ പ്രതിഷേധ സമരത്തിന് ഒത്തുചേർന്നത്? ഓപ്ഷൻ ബി റൗലറ്റ് ആക്ട്. വിധിയുമായ ഒരു കൂടിക്കാഴ്ച ആരുടെ അവിസ്മരണീയമായ പ്രസംഗമായിരുന്നു? ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഒ'ഡയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളി ആരായിരുന്നു? ഓപ്ഷൻ ഡി ഉദ്ധം സിംഗ്. യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഓപ്ഷൻ ഡി കാസർഗോഡ്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല? ഓപ്ഷൻ എ പാലക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? ഓപ്ഷൻ സി വേമ്പനാട്ട് കായൽ. വലിയ, വേമ്പൻ, വമ്പൻ അങ്ങനെ നോക്കുക. താഴെ കൊടുത്തവയിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദി ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ബി പാമ്പ. കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് കബനി, ഭവാനി, പാമ്പ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഓപ്ഷൻ സി ഇടുക്കി. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? ഓപ്ഷൻ ഡി മലമുഴക്കി വേഴാമ്പൽ. പ്രാചീന തമിഴകത്തിലെ തിണകളിൽ ഒന്നായ നെയ്തൽ ഏത് തരത്തിലുള്ള ഭൂവിഭാഗമാണ്? തീരപ്രദേശം, നെയ്മീൻ, തീരം അങ്ങനെ നോക്കുക. കൊടുങ്ങരം പള്ളംപുഴ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൊടുങ്ങരപ്പള്ളംപുഴ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി അട്ടപ്പാടി, പാലക്കാട്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? ഓപ്ഷൻ സി ആലപ്പുഴ. ഭാരത സർക്കാരിൻ്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളിയാണ് OM നമ്പ്യാർ. ഓപ്ഷൻ എ. ആത്മോപദേശ ശതകത്തിൻ്റെ കർത്താവ് ആര്? ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. കന്യാകുമാരിയിലെ ശാസ്താംകോയിൽ ജനിച്ച കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? ഓപ്ഷൻ സി വൈകുണ്ഠസ്വാമികൾ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്? ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു? ഓപ്ഷൻ ബി വക്കം അബ്ദുൽ ഖാദർ മൗലവി. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ ഡി പൊയ്കയിൽ കുമാരഗുരു. പൊയ്കയിൽ യോഹന്നാൻ, പൊയ്കയിൽ അപ്പച്ചൻ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ് കേട്ടോ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാതിക്ക് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ ഡി മന്നത്ത് പത്മനാഭൻ. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി? ഓപ്ഷൻ സി വക്കം അബ്ദുൽ ഖാദർ. ഇത് വക്കം അബ്ദുൽ ഖാദർ മൗലവി അല്ല കേട്ടോ, ഇത് വക്കം അബ്ദുൽ ഖാദർ. വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ ബി അയ്യങ്കാളി. വില്ലുവണ്ടി സമരമൊക്കെ പഠിച്ചിട്ടുള്ളൂ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആര്? ഓപ്ഷൻ എ VT ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അദ്ദേഹത്തിൻ്റെ നാടകമാണ് കണ്ണീരും കിനാവുമാണ് അത് അദ്ദേഹത്തിൻ്റെ ആത്മകഥ കേട്ടോ, തിരിഞ്ഞു പോകൽ. വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ. അധികാരം ചട്ടമ്പിക്ക് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ? ഓപ്ഷൻ ബി ഇൻസുലിൻ. സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്? ഓപ്ഷൻ ബി O ഗ്രൂപ്പ്. സാർവിക ദാതാവ് എന്ന് നോക്കുമ്പോൾ എല്ലാവർക്കും കൊടുക്കുക, അപ്പം കൊടുത്ത് 0 അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. ഓക്കെ. വൈറൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ടൈഫോയിഡ്. ഈ ടൈയൊക്കെ വൈയുടെ ഒരു ഷേപ്പല്ലേ കെട്ടുന്നത്, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. നെക്സ്റ്റ്, മനുഷ്യ ശരീരത്തിലെ വാരിയലിൽ എത്ര അസ്ഥികളുണ്ട്? ഓപ്ഷൻ സി 24. വാരി എല്ല് 4 അങ്ങനെ കണക്ട് ചെയ്യുക. ലാസ്റ്റത്തെ ഒരു സംഖ്യയാണ് നമുക്ക് 24 ആണോ 26 ആണോ അങ്ങനെ ഒരു കൺഫ്യൂഷനാണ് അപ്പോൾ വരുന്നത്. അപ്പോൾ വാരി എല്ല് 4 2 ലായുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. ശരീരത്തിലെ കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം? ഓപ്ഷൻ ബി ആണ് ജീവകം D. കുടിവെള്ളമായി ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ pH മൂല്യം ഏതാണ്? ഓപ്ഷൻ അത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഓപ്ഷൻ ബി എപ്പിഫൈറ്റുകൾ. ഭൂകാണ്ഡത്തിന് ഉദാഹരണമാണ്? ഓപ്ഷൻ എ ഉരുളക്കിഴങ്ങ്. പയർവർഗ്ഗത്തിൽ ഉൾപ്പെടാത്ത വിത്തിനം ഏതാണ്? ഓപ്ഷൻ എ ഹരിത. ജ്യോതിക, ലോല, മാലികയൊക്കെ പയർവർഗ്ഗമാണ്. ചന്ദ്രശങ്കര എന്ന സങ്കരയിനം തെങ്ങ് ഏത് ഇനങ്ങളിൽ നിന്നാണ് വികസിപ്പിച്ചെടുത്തത്? ഓപ്ഷൻ ബി ചാവക്കാട് ഓറഞ്ച്, വെസ്റ്റ് കോസ്റ്റ് ടോൾ. താഴെ തന്നിരിക്കുന്ന ചുവടുകളിൽ ഐസോടോപ്പുകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി ആണ് 2ഉം 4ഉം. ബോക്സൈറ്റ് എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഓപ്ഷൻ എ അലൂമിനിയം. അലൂമിനിയം ബോക്സ് പണ്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. മൂലകങ്ങളെ അവയുടെ അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞനാണ്? ഓപ്ഷൻ സി മോസ്ലി ആണ് അല്ലേ.
നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ മോസ്റ്റ്ലി. ഒരു ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം. ഓപ്ഷൻ സി 3. ഒരു ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം 3. ബേക്കിംഗ് സോഡ എന്ന പദാർത്ഥത്തിൻ്റെ രാസസൂത്രം ഏതാണ്? ഓപ്ഷൻ ബി NaHCO3. ഊർജത്തിൻ്റെ ഡൈമെൻഷണൽ സമവാക്യം ഏതാണ്? ഓപ്ഷൻ ബി. ഊർജത്തിൻ്റെ ഡൈമെൻഷണൽ സമവാക്യം ഏതാണ്? mL2T-2. ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിൻ്റെ തിളനില. ഓപ്ഷൻ എ 212 ഡിഗ്രി ഫാരൻഹീറ്റ്. സെൽഷ്യസിലാകുമ്പം 100 ഡിഗ്രി സെൽഷ്യസും ഫാരൻഹീറ്റ് ആകുമ്പോൾ 212. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ളത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ജലമാണ്. പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത് ഗുരുത്വബലം. ഓപ്ഷൻ എ. മനുഷ്യൻ്റെ ശ്രവണ പരിധി എത്ര? ഓപ്ഷൻ ഡി 20 ഹെർട്സ് ടു 20,000 ഹെർട്സ്. അടുത്ത മാത്സ് ആണ്. ഞാൻ ആൻസർ പറഞ്ഞേക്കാം, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഓപ്ഷൻ 81ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ ബി 100. 82 സി, 83 ഡി, 9 AM, 84 എ, 85 എ, 86 സി, 87 ബി, 2502, 88 ഡി, 47, 89 സി, 90 ബി 10 സെക്കൻഡ്, 91 എ, 92 ഡി 16, 93 ഡി അസ്തമയം, 94 ബി, 95 എ, 96 സി, 97 ബി, GHJ, 98 എ, 99 സി, 100 ഡി 26. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.